ഇത് കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് അസീസ് നെടുമങ്ങാട്. അസീസ് പോലും ഒരു ഈ വീണെ പറ്റിയിട്ട് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. അസീസിന് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. സുധി ശാലിനിയെ വിളിക്കുന്നു, സംസാരിക്കുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു. ഇപ്പം വീണ ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളിലോട്ട് പോകുന്ന സമയത്ത് സുധി സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതൊരു സിനിമയാക്കിയാണ്. കാരണം അത്രമാത്രം ഞാൻ നമ്മുടെ ടൈറ്റിൽ സിംഹത്തിന്റെ ഒരു സ്പോഞ്ചിൽ ഉണ്ടാക്കുന്നു. ഞാൻ അതിനകത്ത് അവനെ കിടത്തി എന്റെ അടുത്ത് ചോദിച്ചു മോൻ എവിടാ ചോദിച്ചു. ഞാൻ പുറകിലുണ്ടെന്നാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പണ്ട് മിൽമയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് എണീച്ച് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബാണോ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്, എന്തൊക്കെ അന്നത്തെ ന്യൂസുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ജസ്റ്റ് നോക്കും. അപ്പം ഇന്നും പതിവ് പോലെ ഞാൻ ഉറക്കം എണീച്ചിട്ട് യൂട്യൂബ് തുറന്ന സമയത്ത് പതിവ് പോലെ എല്ലാ ദിവസത്തെ പോലെയും രണ സുനയുടെ ഒരു ഷോർട്സ് വീഡിയോ ആണ് വന്ന് കിടന്നത് ഇൻ്റർഫേസിനകത്ത്. അപ്പം ഒരു കല്യാണ വീഡിയോ ആണ്. പ്രജീഷാണല്ലോ ഇപ്പോഴത്തെ ജോഡി. പ്രജീഷുമായിട്ടുള്ളൊരു കല്യാണ വീഡിയോ ഇവിടെ ഒരു ഷോർട്സാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കാരണം റിയൽ ലൈഫിൽ പോലും രണാസുൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കാണത്തില്ല. ആ രീതിയിലാണ് താലി കെട്ടുന്ന സമയത്ത്, അവൻ താലി കെട്ടി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഏതൊരു ആർട്ടിൻ്റെ ഷൂട്ടാണ് തോന്നുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ളൊരു മാരേജ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ. അപ്പോൾ താലി കെട്ടുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് കൈയൊക്കെ കൂപ്പി ആത്മാർത്ഥമായിട്ട്, ഇത്രയും ആത്മാർത്ഥമായിട്ട് വേറെ എവിടെയും പ്രാർത്ഥിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സുധി മരിച്ചു കിടക്കുന്ന സമയത്ത് സുധിയുടെ ബോഡിക്ക് അരികെ നിന്നിട്ടോ അല്ലെങ്കിൽ ആ സമയത്തും ഞാൻ കണ്ടിട്ടില്ല. അതല്ല സുധിയുടെ ഡെത്ത് ആനിവേഴ്സറി നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഡെത്ത് ആനിവേഴ്സറിയുടെ അന്നും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന, കൈകൂപ്പി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. നേരെ മറിച്ച് അവിടെ പാട്ടും കൂത്തുകയായിരുന്നു. മറ്റേ അലിൻ ജോസ് പെരേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിരുന്നു. അപ്പം അവിടെ പോലും കാണാത്ത അത്രയും ആത്മാർത്ഥത്തോടെയാണ് ഇവിടെ രണാസുന പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചിരുന്നു, നിങ്ങളും കൂടെ ഒന്ന് കണ്ടോ. ഉറക്കത്തിൽ എണ്ണീക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ഇതൊന്ന് കണ്ടെന്ന് എണ്ണീച്ചോട്ടെ. ഒന്നും മിൽമ കണികണ്ടുണരുന്ന നന്മ എന്നല്ലേ പറയുന്നത്, ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. കണ്ടല്ലോ എന്തൊരു ആത്മാർത്ഥത നോക്കണേ. കൈയൊക്കെ കൂപ്പി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാണ്. ഇനി പ്രതീക്ഷനെയും കൂടെ എനിക്കൊന്ന് സ്വന്തമാക്കി തരണേന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീൽസും റിയാലിറ്റിയും ഇപ്പം ഈ കാണിക്കുന്ന രണാസുന ഇപ്പം കാണിക്കുന്ന എല്ലാം റിയാലിറ്റിയാണ്. ഇതുൾപ്പെടെ റിയാലിറ്റിയാണ് ഇപ്പം കാണിക്കുന്നത്. മുമ്പേ നടന്ന എല്ലാം റീൽസായിരുന്നു. സുധിയുമായിട്ടുള്ള കല്യാണവും അതുമായിട്ടുള്ള കാര്യങ്ങളും സുധി മരിക്കുന്നത് വരെ അവിടെ സംഭവിച്ചിരുന്നത് ജസ്റ്റ് റീൽസ് മാത്രമായിരുന്നു. ഇപ്പോഴാണ് റിയാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്ക്രോൾ ചെയ്യപ്പെടുത്തേക്ക് അടുത്തൊരു വീഡിയോ കൂടെ വന്നു. ജസ്റ്റ് അതും കൂടെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും. കണ്ടല്ലോ എന്തൊരു വേഷമാണല്ലേ. കാരണം സുധി ഉണ്ടല്ലോ, സുധി പോകുന്ന ഫ്ലോറിനകത്തും എവിടെ പോയാലും കാരണം തലയിൽ എടുത്തു വെച്ചാണ് ഈ രണാസുനയെ പറ്റി പൊരുത്തി പറയുന്നത്. എൻ്റെ വാവൂട്ടൻ എനിക്ക് കിട്ടിയ ദൈവം തന്ന വരദാനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ പേക്കൂത്തും കാണിച്ചുകൊണ്ട് നടക്കുന്നത്. പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാം, ഇവർ ഈ ചെയ്യുന്ന പോലെ ഇവർക്ക് അഭിനയിക്കാം, കുഴപ്പമില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടാം, ഈ പറഞ്ഞിട്ടുള്ള ആക്ടിങ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. പക്ഷേ സുധി എന്നൊരു കലാകാരൻ മരിക്കുന്നത് വരെ ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, ജനങ്ങൾ കൊടുത്തൊരു സ്നേഹം ഉണ്ടല്ലോ, ആ കലാകാരന് കൊടുത്തൊരു സ്നേഹം, അതെല്ലാം ഇപ്പോൾ ഇവർ കാരണം അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിയെ തന്നെ ഇപ്പം കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ വെറുത്തുകൊണ്ട് വരുവാണ്. ഇപ്പോൾ ഉള്ള കമൻസുകളും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ഇവർ കാരണമാണ് ഉണ്ടായത്. ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്തും ഇവർ ഈ കാണിക്കുന്ന കോലങ്ങളൊക്കെ കണ്ടിട്ടാണ്. ഇപ്പം കിച്ചുവിനൊക്കെ ആണെങ്കിൽ ഇപ്പം അറിയാവുന്നൊരു പ്രായമാണ്. ഇപ്പം ഇത് കാണുന്ന കിച്ചു, ഇവർ ഈ കോലങ്ങൾ കണ്ടില്ലേ, ഈ ഡ്രസ്സിങ്ങും ഇതൊക്കെ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ എന്തൊരു ഇതാണ്. ആ കിച്ചുവിനൊക്കെ എന്തൊരു നാണക്കേടായിരിക്കും. കാരണം അത്രയും ഇതിലാണ് ഓരോ സ്റ്റേജിലും സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലൊക്കെ വന്ന സമയത്ത് സുധി ഇവരെ കുറിച്ചൊക്കെ എന്തോ ഒരു രീതിയിലാണ് ഇത്രയും പൂഴ്ത്തി പറയുന്നത് അല്ലേ.
അന്നൊക്കെ ഉള്ള ഡ്രസ്സിങ് രീതിയും അന്നൊക്കെ ഉള്ള രേണു അല്ല ഇപ്പോഴത്തെ രേണു. അപ്പം ഇത് കാണുന്ന കിച്ചുവിനായിക്കോട്ടെ, ആ കിച്ചുവിനൊക്കെ ആയിരിക്കും എന്തോ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുമാത്രമല്ല സുധിയുടെ ഫാമിലിയൊക്കെ ഇതൊക്കെ കാണുമെന്നെങ്കിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും ഇത് വിഷമവും, സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്കൊന്നും വിഷമമല്ല. വിഷമം എനിക്ക് തോന്നുന്നു കിച്ചുവിന് മാത്രമേ കാണൂ. കാരണം സുധി മരിച്ചതിന് ശേഷമാണ് ഈ രേണു ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് കിച്ചുവിന് കാണും, മാനസികമായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ദേഷ്യം സുധിയുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിരിക്കും ഈ രേണുവിനോടുള്ളത്. കാരണം അങ്ങനെയുള്ള കോലങ്ങളാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്ക് ടു സ്റ്റോറി ലൈനിലോട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ഈ രണാസുനയുമായിട്ട് ബന്ധപ്പെട്ട് സുധിയുമായിട്ടുള്ള കല്യാണങ്ങളും അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം, സുധിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞു സുധിയുടെ പഴയ ലൈഫ്, പണ്ടത്തെ ലൈഫിൽ 1-2 ഇൻ്റർവ്യൂസും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് സുധി മരിച്ചതിന് ശേഷം സുധിയുടെ അമ്മ ഒരു ചാനലിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഇത് സുധിയുടെ പാസ്റ്റിലേക്ക് ഞാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മൾ കാണുമല്ലോ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് റിയാക്ട് ചെയ്ത് പോയിട്ടൊരു കാര്യമില്ല. അങ്ങനെ റിയാക്ട് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് ഇതിലുള്ള സത്യം, ഈ രണാസുന എന്ന് പറയുന്ന ഈ ആള്, ഈ രേഷ്മ പി തങ്കച്ചൻ, ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? പിന്നെ അതുപോലെ സുധിക്കുണ്ടായ കടങ്ങളും കാര്യങ്ങളും ഒക്കെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ വന്നു എന്നതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ, ഇപ്പം ഈ നടക്കുന്ന എല്ലാം ക്ലിയർ ആവണമെങ്കിൽ, രണാസുന എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരെ പാസ്റ്റിലേക്ക് പോകണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റിനെ വരുന്നത്. പാസ്റ്റിനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു, സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമ എടുക്കാം. ജിത്തു ജോസഫിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ ഈ ഒരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് അടിപൊളി ഒരു സിനിമ തന്നെ എടുക്കാം. കാരണം ആ രീതിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിടത്തോളം ഒരു സിനിമയെക്കാളും വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സുധിയുടെയും രണാസുനയുടെയും ഇവരെ ഒരു ലൈഫുണ്ടല്ലോ, പാസ്റ്റിലുള്ളൊരു ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന കുറേ നാടകങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം പാസ്റ്റിലോട്ട് നമ്മൾ വീണ്ടും പോവാണ്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, സുധിയുടെ അമ്മ പറയുന്ന അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഞാൻ കാണിക്കാൻ പോവാണ്. കാരണം കുറച്ച് ഭാഗം കൂടെ ക്ലിയർ ആക്കാനുണ്ട്. കാരണം അതും കൂടെ ക്ലിയർ ആയാലേ ആ ഭാഗം ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവരുടെ ലൈഫിൽ സംഭവിച്ച കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിയർ ആവണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ അത് പറയുന്നത്. അപ്പോൾ സുധി മരിച്ച സമയത്ത് രേണുവിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് രേണുവിന് സപ്പോർട്ടായിരുന്നു. രേണുവിന് സപ്പോർട്ടും രേണുവിൻ്റെ ഫാമിലിയായ കൊല്ലത്തുള്ള രേണുവിൻ്റെ അമ്മയ്ക്കും, അച്ഛൻ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്, അപ്പോൾ അമ്മയ്ക്കും ചേട്ടനും അങ്ങനെ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ. അമ്മയാണ് ജനങ്ങളെ ഈ പറഞ്ഞിട്ടുള്ള ബാഡ്സ് ആയിട്ടുള്ള കമൻറ്റിനും അതുപോലെ ഒരുപാട് ഇതിനൊക്കെ അമ്മയാണ് ഇതിന് ഇരയായിട്ടുള്ളത്. സുധിയുടെ അമ്മയ്ക്കെതിരെയാണ് ഒരുപാട് ആരോപണങ്ങൾ അന്നുണ്ടായത്. ആരോപണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇവരെ നോക്കുന്നില്ല, എടുക്കുന്നില്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ് ഈ രേണുവിനെയും സുധിയെന്നും പറഞ്ഞിട്ടാണ് അന്ന് ആരോപണങ്ങൾ ഉണ്ടായത്. പക്ഷെ അന്നൊന്നും ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. സുധിയുടെ സത്യം പറഞ്ഞാൽ അന്ന് ഈ ഓരോ ഫ്ലോറിലും വന്ന് സുധി പറയുന്ന സമയത്ത് ഞാനും വിചാരിച്ചത് എന്താണെന്നറിയോ, സുധിയുടെ ആദ്യത്തെ ഭാര്യയാണ് രേണു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യയാണ് രേണു, ആദ്യത്തെ വൈഫ് മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പോലും നമുക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ മരിച്ചു പോയെന്നൊക്കെയാണ് ഞാൻ പോലും അന്ന് മനസ്സിലാക്കിയത്. കാരണം ഇതൊന്നും പുറം ലോകം അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പം രണാസുന ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ, അവരെ ഈ പൈസയോടുള്ള ആർത്തി കാരണം ഇതെല്ലാം വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഓരോ ഇൻ്റർവ്യൂവിലും സത്യം പറഞ്ഞാൽ ഇവരെ പലരും ഫൂളാക്കുമായിരുന്നു ഓരോ ഇൻ്റർവ്യൂവിൻ്റെ പേരിലും വിളിച്ചിട്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഇവർ സത്യം പറഞ്ഞ തലയിൽ ഇവർ ഐക്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പല ഇൻ്റർവ്യൂവിലും വന്നിരുന്നിട്ട് ഇവരോട്, കാരണം ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ പല കാര്യങ്ങളും ഇങ്ങനെ കുഴച്ച് മറിച്ച് ചോദിക്കുമല്ലോ, കാരണം എന്നാലേ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിന് കിട്ടും. അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ സത്യങ്ങളൊക്കെ വെളിയിൽ വന്നത്. ഓക്കെ, അപ്പം പല കാര്യങ്ങളും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേണു ഉത്തരം മുട്ടിയിട്ട് പല കാര്യങ്ങളും വെളിയിലോട്ട് തുപ്പി. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ലോകം അറിയുന്നതും ജനങ്ങൾ മനസ്സിലാക്കുന്നതും. ഇപ്പം ഈ രണാസുന എന്താണെന്ന് അറിയുന്നത് തന്നെ അതിലൂടെ മാത്രമാണ്.
ഈ ഒരു ഇൻ്റർവ്യൂ സുധി മരിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ടും എല്ലാ ആൾക്കാരും, സുധിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഈ അമ്മയായിക്കോട്ടെ ഇവരെ വീട്ടുകാരായിക്കോട്ടെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അന്ന് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുകയും ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യം അറിയാതെ. പക്ഷേ ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം തെളിയിച്ച ഒരു സത്യം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ ഇൻ്റർവ്യൂ എടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ശരിയായിരുന്നു, ഇവരെ ഭാഗത്താണ് സത്യമെന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇവരെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, ഇവരെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. പക്ഷെ തെറ്റിനേക്കാളും കൂടുതൽ ശരിയായിരുന്നു ഇവരെ ഭാഗത്താണ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഈ ഇൻ്റർവ്യൂവിലൂടെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അന്ന് നമ്മളെല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇവരെ സുധിയുടെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവർ ഇത്രയും കടത്തി കടന്നിട്ടുപോലും തിരിഞ്ഞു നോക്കിയില്ല, സുധിയെയും കുഞ്ഞിനെയും പെരുവഴിയിലാക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാ മലയാളികളും രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത്, സുധി മരിച്ചതിന് ശേഷം രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് ഈ അമ്മയെയും ഇവരെല്ലാവരും തഴഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാർ ഇന്ന് രേണു സുധിക്ക് എതിരെ സംസാരിക്കുന്നു. അതാണ് പറഞ്ഞത്, സത്യം ഉണ്ടെങ്കിൽ അത് എത്ര മൂടി നമ്മൾ വെച്ചാലും ഒരു നാൾ അത് ആ മറ നീക്കി പുറത്തു വരും എന്നുള്ളതിന് തെളിവാണ്. അതിനൊരു തെളിവ്, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കൂടെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ. അന്ന് ഈ ഇൻ്റർവ്യൂ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂയിലൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ശരിയാണ്, തൂങ്ങി മരിച്ച പെണ്ണ്. അപ്പം മോൻ ഇതേപോലെ അതാ ആ കത്തന്റെ ബാക്കിൽ കൊണ്ട് കിടത്തിയ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. മോനന്നേരം അവിടെ ഒരു വീട്ടിൽ താമസിക്കാം, ആ പെണ്ണ് താമസിക്കാം. പക്ഷെ ആ പെണ്ണ് ഇങ്ങനെ മരിച്ചു പോയപ്പം പിന്നെ അത് മരിക്കാൻ കാരണം അവള് ഡാൻസിന് പോകും, മോൻ മിമിക്സിന് പോകും. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അവള് പോയി കഴിഞ്ഞാൽ അവള് കുഞ്ഞിനെ കൊണ്ടുപോകില്ല, അങ്ങനെ മോൻ കൂടെ കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞാൽ നിങ്ങളാന്നേരിലും കത്തന്റെ ബാക്കിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കിടത്തി ഉറക്കാം. അത് ഒരു ദിവസമേ ഉള്ളൂ. ഇത് അറിഞ്ഞ ഉടനെ ഞാൻ മോനെ വിളിച്ചിട്ടും പറഞ്ഞു, മോൻ കുഞ്ഞിനെ കൊണ്ടോ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, എന്നിട്ട് മോൻ പരിപാടിക്ക് പോകാം. അങ്ങനെ പിന്നെ അവിടുത്തെ താമസം മാറ്റിയാന്ന് എന്റെ മോൻ ഇവിടെ കൊണ്ടുവരുന്നത്. അവനെ ഒരാങ്ങളമാരാണ് അവൻ. എന്റെ മോൻ എവിടെ പോയാലും അവനെ കൊണ്ടുപോകും, സിനിമയ്ക്കായാലും എന്തിനും എന്റെ മോനാന്നും പറഞ്ഞു. മൂത്ത മോൻ വിഷമിക്കേണ്ട, അമ്മേനെ പറ്റി പറഞ്ഞവന്മാരൊക്കെ ദൈവം കൊടുത്തോളൂ. അത് ഞാൻ പറയാം, ഈ അമ്മയുടെ കണ്ണീര് കാണുന്നവര് ഈ അമ്മേനെ പറ്റി മനസ്സിലാക്കുക. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനിക്കുന്നവർ ഇവരെ പറ്റി നെഗറ്റീവ്. ഇങ്ങനെ രേണുവിനെ 2 വർഷം ഞങ്ങൾക്ക് ഇവരില്ല മിമിസ് പരേഡിന് റിഹേഴ്സലിനൊക്കെ പോകും, മോനെയും കൊണ്ടാ പോകുന്നത്. ഞങ്ങൾ വിചാരിച്ചു മിമിസ് പരേഡിന് അവിടെ എവിടെയൊക്കെ പരിപാടി ഉണ്ടല്ലോ. 2 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ട് അവളെ കൊണ്ട് വരുന്നത്. അപ്പൊ അവരുടെ അച്ഛനുണ്ട് ഇവിടെ. അവരെ തന്നെ കൊണ്ടുപോയി പള്ളിയിൽ പോയി കാര്യമായിട്ട്. എന്തിനാ എതിർപ്പ്? അവന് സ്നേഹമുള്ളവന്, അവര് തമ്മിൽ സ്നേഹമാണ്. എന്റെ ഭർത്താവും കൂടെ പോയാന്ന് ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ഭർത്താവ് ഇതിനൊന്നും എതിരിക്കത്തില്ല. ഈ മരണം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ഇന്നതാണെന്നുള്ളൊരു വ്യക്തതയില്ല. കാരണം മനസ്സ് ഇതായി പോയി അമ്മയുടെ. ഇപ്പൊ 4 വർഷമായി രേണു വന്നിട്ട്. ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കാരണം സുധി മരിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, സുധിക്ക് താഴെ ഇളയ ഒരു അനിയനുണ്ടായിരുന്നു, പുള്ളിയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടി 2 മക്കൾ നഷ്ടപ്പെട്ട്, പിന്നെ ഇവരെ ഹസ്ബൻഡ്, പുള്ളിയും ഒരു 6-7 വർഷം മുമ്പ് മരിച്ചുപോയ വ്യക്തിയാണ്. പക്ഷേ ഇതിനകത്ത് ഹസ്ബൻഡ് കൂടെ ചേർന്ന് വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ആ സമയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അന്ന് ആ സമയത്ത് ഇവരെ ഒരുപാട് പേര് ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു അമ്മയും അവരെ കുടുംബത്തിനെയൊക്കെ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധി ട്രിവാൻഡ്രത്തായിരുന്നു ആദ്യം താമസിക്കുന്നത്. അപ്പം ഈ ശാലിനിയുമായിട്ടുള്ള കല്യാണങ്ങളൊന്നും വീട്ടുകാർ അറിയുന്നില്ല, ഒരു കാര്യം അറിയുന്നില്ല. അപ്പം ശാലിനിയുമായിട്ട് ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. പിന്നെയാണ് ഇവരറിയുന്നത് ഇവരെ ചേട്ടനും മരിച്ചുപോയ അനിയനെല്ലാം മിമിക്രി കലാകാരന്മാരായിരുന്നു. എല്ലാവരും കലാപരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ചേട്ടൻ ഇവർ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് സുധി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇന്ന പോലെ ആളാണ്, ഒരു ഡാൻസറുകാരി, ഡാൻസ് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്, ശാലിനി എന്ന് പറയുന്നൊരു കുട്ടിയാണ്, ആ കുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നെല്ലാം അറിഞ്ഞിട്ടുള്ളത് പിന്നെയാണ്. അപ്പം ആ സമയത്തൊന്നും ഇവർ അറിയുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു പിണക്കവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പിണക്കം ഇവർക്കും ഉണ്ടായിരുന്നു. അത് തെറ്റു പറയാൻ പറ്റത്തില്ല, കാരണം അവരാരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. പൊതുവേ എല്ലാവരുടെ കുടുംബത്തിലും അങ്ങനെ, നമ്മളിപ്പം വേറൊരു ആളെ വിളിച്ചു ഇറക്കിക്കൊണ്ട് വന്നിട്ട് നേരെ വീട്ടിൽ വരാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു പിണക്കം ഉണ്ടാകും. അത് ഇവിടെയും സംഭവിച്ചു. അപ്പം ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ശാലിനി പ്രസവിക്കുന്നു. അപ്പം കുഞ്ഞാവുന്ന സമയത്ത്, ആദ്യത്തെ കുഞ്ഞെന്ന് വെച്ചാൽ കിച്ചു ആവുന്ന സമയത്തും ഇവർ ഡാൻസിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ ഇവർ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. സുധി മിമിക്രിക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ ആര് നോക്കും? അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ സുധിയാണ് കൊണ്ടുപോയി നോക്കിക്കൊണ്ടിരുന്നത്. അതാണ് പല സ്റ്റേജിനകത്തും പല സ്റ്റാർ മാജിക്കിൻ്റെ പല ഫ്ലോറിനകത്തും സുധി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെയും വെച്ചുകൊണ്ടാണ്
പരിപാടിക്കൊക്കെ പോയിട്ടുള്ളത്. കുഞ്ഞിനെ കട്ടൻ്റെ അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് പരിപാടി ചെയ്തിട്ടുള്ളതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നെടുമങ്ങാട് അസീസ് നെടുമങ്ങാട് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പല എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചുവിന് ഒരു വയസ്സായിട്ട് പോലും കിച്ചുവിനെയും കൊണ്ടാണ് ഈ സുധി പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന സുധിയുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ശാലിനിയുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ, ഇവരാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട്സ് ഇല്ല. സുധിയുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ടൊരു പിണക്കമുണ്ട്. സുധി ഇവരാരെയും അറിയിപ്പിക്കാതെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതിനും അങ്ങനെ പോയി താമസിച്ചതിനൊക്കെ ഒരു പിണക്കമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് ഇപ്പോൾ ശാലിനി ഉള്ള സമയത്ത് തന്നെയാണ് ഇപ്പം ഈ വീണയെന്ന് പറയുന്ന ആളുമായിട്ടും സുധിക്ക് ആ സമയത്ത് പരിചയമുണ്ട്. കാരണം ഇവരെല്ലാം ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. സുധിയുടെ ഈ വൈഫുമാരെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം വീണ ആയിക്കോട്ടെ, രേണു ആയിക്കോട്ടെ, ശാലിനി ആയിക്കോട്ടെ, ഇതൊന്നും ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാരല്ല. ഇതെല്ലാം ഈ കലാസമിതിയായിട്ടും അല്ലെങ്കിൽ ഡാൻസ് ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ സുധിയുടെ വൈഫ് ഇപ്പം പറയുന്ന ഈ വീണയും ഈ രേഷ്മയും പിന്നെ ഈ ശാലിനിയൊക്കെ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം, ആ സമയത്ത് തന്നെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം അത്രയ്ക്ക് പരിചയമില്ലെങ്കിലും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും കാണുന്നു, സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ സുധിക്ക് ആ സമയത്ത് വീണയായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് തന്നെയാണ് ഈ പറയുന്നുള്ള ശാലിനി ഒരാളുമായിട്ട്, കലാസമിതിയുടെ മാനേജറിൻ്റെ മോനുമായിട്ട് ഒളിച്ചോളി പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്തും സുധി വീണയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ഈ വീട്ടുകാർ അറിയുന്നത് ഇതുപോലെ സുധിയുടെ ആദ്യ വൈഫ് ഒളിച്ചോടി പോയി. അപ്പോൾ അവിടെ കുഞ്ഞൊറ്റയ്ക്കേ ഉള്ളൂ, കുഞ്ഞിനെ നോക്കണം, എടുക്കണം. അങ്ങനെ ഇവരെ വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരുന്നു. എന്നിട്ടാണ് സുധി വേറെ കല്യാണം കഴിക്കുന്നതെന്ന് ഈ അമ്മ പറയുന്നുണ്ട്. പക്ഷെ ആ കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ വീണയുടെ കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ല. ഇനി ഇവർക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ലയോ എന്തോന്നും അറിയത്തില്ല. പക്ഷെ വീണയുമായിട്ടുള്ളൊരു ബന്ധം ഇവർ പറയുന്നില്ല. ഇവർക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഇവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴാരും ഈ രേഷ്മയുണ്ടല്ലോ, ഈ രണാസുവിനെ ഇതൊക്കെ വെളിയിൽ പൊക്കിക്കൊണ്ട് വന്നപ്പോഴായിരിക്കും ചിലപ്പം വീണയെ പറ്റി തന്നെ ഇത് അറിയുന്നത്. കാരണം ശാലിനി വേറൊരാളോടെ പോയി കഴിഞ്ഞിട്ടൊരു കുഞ്ഞുള്ള സമയത്ത് വേറൊരാളെയും കൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് വീട്ടിലൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയും ഭയവും കൊണ്ടായിരിക്കാം ചിലപ്പോൾ സുധി പറയാറുന്നത്. ചിലപ്പം ഇതറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഈ അമ്മയ്ക്കും സുധിയുടെ വീട്ടുകാർക്ക് അറിയാതിരിക്കും. ചിലപ്പം അങ്ങനെ വീണ്ടും ഒരു തെറ്റിദ്ധാരണയിലൂടെ, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഇപ്പം 3 വൈഫായല്ലോ. രേണു സുധി ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പം ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് തന്നെ രേണു സുധിയാണ് രണ്ടാമത്തെ വൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പം വീണയുടെ കാര്യം കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം വീണ വേറൊരു ജീവിതമായിട്ട് പോകുന്നതുകൊണ്ട് ചിലപ്പം വീണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവും. കാരണം ആ സമയത്ത് ഇതൊന്നും ഒരു മനുഷ്യനും വീണയെ പറ്റിയിട്ടോ സുധിയായിരിക്കോട്ടെ ഇതിനെ പറ്റിയിട്ടൊന്നും പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും അറിയാതിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം ഈ അമ്മ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് സത്യത്തിൽ പറഞ്ഞാൽ നല്ല പ്രശ്നമാവും. വീണയുടെ അത് ജീവിതത്തെയും ബാധിക്കും. അങ്ങനെ ചിലപ്പം പിന്നെ സുധിയുടെ ഒരു ലൈഫ്, സുധി ഉണ്ടാക്കിയെടുത്ത ഒരു ഇതുണ്ടല്ലോ, ഇമേജൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പം ഈ അമ്മ പറയാതിരുന്നതും. ഒന്നുകിൽ ഈ അമ്മ ഇവരും സുധിയുടെ വീട്ടുകാരെ അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാത്തതായിരിക്കാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ വെച്ചിട്ട്. കാരണം വീണയും സുധിയുമായിട്ട് 1 വർഷത്തിൽ കൂടുതലൊന്നും ആ ഒരു ബന്ധം പോയിട്ടില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധിയുടെയും ഈ പറഞ്ഞിട്ടുള്ള രേണുവിൻ്റെയും കല്യാണം നടന്നിട്ടുള്ളത് 2018 ഇപ്പം ഈ ചേച്ചിയും അത് തന്നെയാണ് പറയുന്നത്. 2018 ഇവരെ കല്യാണം നടന്നിട്ടുള്ളത്. അപ്പം 2018 മെയ് 7 ഇവരെ കല്യാണം, അല്ലെങ്കിൽ കല്യാണപരമായിട്ടൊന്ന് കൈപിടിച്ച് കൊടുത്തെന്ന് ഉറപ്പിച്ചു. ഇവർ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ 4 കൊല്ലമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. ഏകദേശം ഇപ്പോൾ ഇവർ പറയുന്നത് 4 കൊല്ലമായിരുന്നു. അപ്പം 2018 തന്നെയാണ് ഇവർ ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കറക്റ്റ് വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഇതിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം അത്രമാത്രം ഞാൻ ഇതിൻ്റെ എഫോർട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇതും കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം രേണു എന്തായിരുന്നു, രേണു എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണമെങ്കിൽ പാസ്റ്റിൽ നിന്ന് വന്നാൽ മാത്രമേ പറ്റൂ. അല്ലാതെ ഇപ്പോൾ ഉള്ള വീഡിയോ എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ട്, പ്രസൻറ്റിൽ നടക്കുന്ന വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതും ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ പ്രസൻറ്റിലൊരു വീഡിയോ ആണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ അതും കൂടെ വേണം. പക്ഷേ നമ്മൾ പാസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സിനിമയെക്കാളും വെല്ലുന്നൊരു കഥ ഇതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും എഫോർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുധിയോടുള്ളൊരു ആ ഒരു കലാകാരനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്.
കാരണം ഞാൻ സ്റ്റാർ മാജിക്കൊക്കെ കാണുന്ന തന്നെ ഈ കൊല്ലം സുധി അല്ലെങ്കിൽ തങ്കച്ചൻ ഇവർ ഈ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്റ്റാർ മാജിക്കൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതും അത്രമാത്രം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ആ പരിപാടി സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി പ്രേക്ഷകരും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഈ സുധിയുടെ ആയാലും തങ്കച്ചിൻ്റെ ആയാലും സ്കിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട്. അവരില്ലാത്തൊരു എപ്പിസോഡ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് കാണാൻ പോലും തോന്നില്ല. കാരണം മനസ്സിനൊക്കെ ഒരുപാട് റിലാക്സ് തന്നൊരു പരിപാടിയായിരുന്നു. കൊറോണ സമയത്തും കൊറോണ കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു എപ്പിസോഡുകളൊക്കെ നമ്മൾ എടുത്തിങ്ങനെ കണ്ടു. കൊറോണ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി അങ്ങോട്ട് കയറുന്നത്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ സുധിയുടെ ഒരു സ്കിറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. കാരണം അത്രമാത്രം മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ആയിരുന്നു. ഇവരെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പ്രോഗ്രാമും വിജയിച്ചത്. അപ്പോൾ ആ ഒരു കൊല്ലം സുധിയോടുള്ളൊരു കലാകാരനോടുള്ളൊരു സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഇത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുന്നത് തന്നെ. കാരണം ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. അപ്പം 2018 ഇവരെ കല്യാണം നടക്കുന്നത്. അപ്പം 4 കൊല്ലമായി. ഇനി ഈ സുധിയുടെ ആദ്യ വൈഫ് ശാലിനി അവർ മരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവർ മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയെ കളഞ്ഞിട്ട് വേറൊരു ആളുകൂടെ പോകുന്നു. ആ സമയത്ത് സുധി ആവുന്ന കൺവിൻസ് ചെയ്ത് പറയുന്നുണ്ട്, പോവല്ലേ ഒന്ന് ഈ വീട്ടിലെങ്കിലും നിങ്ങൾ താമസിച്ചോ. ഇറങ്ങിപ്പോയ ആളെയും സുധിയുടെ വൈഫ് ശാലിനി അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിലെങ്കിലും താമസിക്കണം. കാരണം കിച്ചുവിനെ എൻ്റെ മോനെങ്കിലും നോക്കാനെ കൊണ്ട് നിങ്ങൾ താമസിക്കണം, എവിടെയും പോകില്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ആ സ്ത്രീ ആ മോനെയും സുധിയെ ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സുധിയുടെയും രേണുവിൻ്റെയും ലൈഫിലോട്ട് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കും തോറും എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ, സുധി ജീവിതത്തിൽ പച്ചയായിട്ടൊരു മനുഷ്യനായിരുന്നു. നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഈ പരിപാടി ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചങ്ക് വരെ പറിച്ചു കൊടുക്കുമെന്ന് പറയുമല്ലോ, അങ്ങനൊരു മൈൻഡ് സുധിക്കുണ്ടായിരുന്നു. നമ്മളിപ്പം ഒരുപാട് കമൻസുകളിൽ കാണുന്നുണ്ട് സുധി കോഴിയായിരുന്നു, ഫ്രോഡായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അങ്ങനൊരു വ്യക്തി അല്ലായിരുന്നു എന്നാണ് ഇപ്പം ഓരോ ഇതിലോട്ടും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധി കോഴിയോ അങ്ങനെ ഫ്രോഡോ അല്ലായിരുന്നു. പക്ഷേ പുള്ളി സ്നേഹിച്ചിരുന്ന ആളെ ഒരാളെയും കൈവിടാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് പുള്ളിയെ കൊണ്ട് താങ്ങാൻ പറ്റാത്തുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് സുധി പൊയ്ക്കൊണ്ടിരുന്നതെന്നും ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും കടങ്ങളൊക്കെ പുള്ളിക്ക് വന്നു കൂടിയത്. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ സുധി എന്ന് പറഞ്ഞാൽ പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്, മനസ്സിൽ നന്മയുള്ള വ്യക്തി തന്നെയാണെന്ന് 100% പറയാം. പിന്നെ ഏതൊരു മനുഷ്യനും കാണും ജീവിതത്തിൽ നെഗറ്റീവ് സൈഡുകൾ, കള്ളു കുടിക്കും, അതുപോലെ സിഗരറ്റ് വലിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മനുഷ്യനും ഇപ്പം മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റായി ഇരിക്കണമെന്നില്ലല്ലോ. എല്ലാ ആൾക്കാരിലും കുറച്ചെന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണും. പിന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാലിനിയോട് മാത്രമാണ് സുധി അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 പേര്, വീണ ആയിക്കോട്ടെ രണാസുനെ ആയിക്കോട്ടെ, ഈ 2 വ്യക്തികൾ ഇങ്ങോട്ടാണ് സുധിയോടാണ് വന്ന് താല്പര്യം കാണിച്ചതും പ്രകടിപ്പിച്ചതും. സുധി അങ്ങോട്ട് പോയതല്ലെന്നാണ് എനിക്കിതിലൂടെയൊക്കെ മനസ്സിലാവുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നൊക്കെ വരും വീഡിയോയിൽ ഞാൻ എല്ലാം ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്ന് പറഞ്ഞ് വീണയെ കുറ്റം പറയുമല്ല, വീണ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സത്യസന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീണ പറഞ്ഞിട്ടുള്ളത്. വീണയും സുധിയും തെറ്റാൻ തന്നെ കാരണം ഈ രേണുവാണ്. അപ്പം പിന്നെ ഈ വീണയുടെ ലൈഫിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ പറയാം. അത് ലിമിറ്റേഷൻ ഉണ്ട്, ചിലപ്പം അത് ഞാൻ അവരെ അനുവാദം ചോദിച്ചിട്ടേ ഞാൻ പറയൂ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പം അവർ ഒരു ലൈഫുമായിട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ്. പക്ഷെ അവർ ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം അവർ പറയുന്നുണ്ടല്ലോ, ഇപ്പം സുധിയുമായിട്ടുള്ള പ്രശ്നമുണ്ട്, വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്താണെന്ന്. പക്ഷെ ഞാൻ അത് പറയുന്നെങ്കിൽ അവരെ ഇത് അനുവാദം ചോദിച്ചിട്ടേ ഞാൻ പറയൂ, അല്ലാതെ പറയത്തില്ല. കാരണം അത് ശരിയല്ല. കാരണം അവരിപ്പോൾ ലൈഫായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പം വീണ പറയുന്ന കാര്യങ്ങളെല്ലാം ജെന്യൂനാണ്. അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ തുച്ഛമായിട്ടുള്ള കാലയളവിലേ അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള 1 വർഷത്തെ ഗ്യാപ്പിലേ അവർ ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് രണാസുനിയായിട്ടാണ് സുധി പോയിട്ടുള്ളത്. മറ്റവർ വേറൊരു ജീവിതമായിട്ട് പോയി. അപ്പോൾ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ശാലിനി മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിയെ ഇട്ടിട്ട്
ഇറങ്ങിപ്പോകുന്നു, വേറെ ആളോടെ പോകുന്നു. അവിടെ നിന്നൊരു ജീവിതം ശാലിനി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ജീവിതത്തെക്കാളും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശാലിനിക്ക്. കാരണം സുധിയെ കളഞ്ഞിട്ട് പോയി. ഇപ്പം നോർമലി അങ്ങനെയാണല്ലോ, ഒരാളെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് ജീവിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. അവിടെയും ഇതുപോലെ ശാലിനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും. ഈ ശാലിനി ആത്മഹത്യ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധി ഇട്ടിട്ട് ശാലിനി വേറെ ആളോട് പോകുന്നു. ആ സമയത്ത് സുധിയും സുധിയുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പോലെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു ജീവിതത്തിൽ ശാലിനി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടെല്ലാം ഇവർ ബുദ്ധിമുട്ടാൻ തുടങ്ങി. പിന്നെ ഈ ഡാൻസിങ്ങും പരിപാടിയൊന്നും ഇവർക്കില്ലായിരുന്നു. ഇവരൊക്കെ ഈ ശാലിനി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഡാൻസറായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പരിപാടിക്ക് ഇവരെ റാഞ്ചി എടുത്തുണ്ടായിരുന്നു പോകുന്നതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ഡാൻസുമായിട്ടുള്ള മേഖലയൊക്കെ സ്റ്റോപ്പായി. ഇവർ വേറൊരാളുമായിട്ട് പോകുന്ന സമയത്ത്, കാരണം എങ്ങനെ അതിൽ നമ്മൾ ഇപ്പം ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരാളോട് ഇറങ്ങി പോകുന്ന സമയത്ത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് പോയി ചെന്ന് കയറുന്ന അടുത്ത ഒരു കുറച്ച് മാസം, 2-3 മാസം നമുക്ക് ജീവിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തലും മറ്റതും മറിച്ചതും അങ്ങനെ അവിടെ മുമ്പോട്ട് പോകത്തില്ല ബന്ധം എങ്ങനെ പോയാലും. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പം ആ സമയത്ത് വീണ സുധിയുടെ ഹസ്ബൻഡായി. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. അവർ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തും ഈ ശാലിനി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ സമയത്തും സുധിയായിട്ടുള്ള കോണ്ടാക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങും മെസ്സേജും വീഡിയോയും കാര്യങ്ങളൊക്കെ ആ സമയത്തും. പിന്നെ ഇവർ പോയി കഴിഞ്ഞിട്ടും പിന്നെ സുധിയെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ശാലിനി. അപ്പോൾ ഇവർ നോക്കാൻ നേരത്ത് സുധി വേറൊരാളെ കെട്ടി വീണെന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് സുധി മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. മറ്റവർ ഇറങ്ങിപ്പോയ അവരെ ജീവിതം കട്ടപ്പുകയായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം മാനസികമായിട്ട് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, ഇങ്ങനെ ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങി. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ട്. ഇപ്പം ഈ ജോലിക്കൊന്നും പോകാതിരുന്ന സമയത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തെല്ലാം സുധിയോട് പൈസ കടം മേടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചുതരാം. വീണ പറയുന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു ചെറിയൊരു ക്ലിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ക്ലാഷ് ആവുന്നുണ്ട് സുധിയും വീണയായിട്ട്. കാരണം എന്തിനാണ് വീണ്ടും അവരുമായിട്ട് കോണ്ടാക്ട് വയ്ക്കുന്നത്, അവരെ വിളിക്കുന്നത്, അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവരെ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സുധി പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്, സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ പെട്ട് സുധി അങ്ങോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറ്റാത്തൊരു അവസ്ഥയിൽ കിടക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ശാലിനി പോകാൻ പോകുന്ന സമയത്ത് പോലും സുധി പറഞ്ഞ എന്താണെന്നറിയോ, ആ ഇറങ്ങിപ്പോയ ആളോടും ശാലിനിയോടും പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടും പോലും ഇവിടെ എൻ്റെ വീട്ടിൽ താമസിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും നിങ്ങൾ, കിച്ചുവിനെ നോക്കാനെങ്കിലും നിങ്ങൾ ഇവിടെ വേണം, പോകില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച വ്യക്തിയാണ്. അതാണ് പറഞ്ഞ ആ വ്യക്തിക്ക്, സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ തന്നെ ആയിരുന്നു. ഈ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഇയാൾ ഞെരുങ്ങി അമർന്നു പോയത്. അപ്പോൾ ഈ കോഴി ഫ്രോഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. വേറൊന്നുമല്ല, കാരണം ഞാനിപ്പം ഈ ഒരു സ്റ്റോറിയിലോട്ട് വന്നുകൊണ്ടിരിക്കും തോറും ഓരോ വ്യക്തികളെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം സുധി അങ്ങനെ ഒരു കോഴി ഫ്രോഡ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കാരണം വെച്ചാലും ഇവരെ ഈ പറയുന്ന മുമ്പേ ഉള്ള ഇറങ്ങിപ്പോയ ശാലിനിയെ സാമ്പത്തികമായിട്ട് പിന്നെ സഹായിക്കത്തില്ല. പോയ ആൾ പോട്ടെന്ന് വിചാരിക്കും, കല്ലി വല്ലി എന്ന് പറയും. കാരണം പുകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ഉള്ളൊരു മൈൻഡായിരിക്കും. അതുപോലെ സാമ്പത്തികമായിട്ടെല്ലാം ഇവർ ഇപ്പം രേണുവിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പൈസ സുധി വഴി പലര് വഴിയും ഈ രേണു ആയിക്കോട്ടെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വോയിസ് റെക്കോർഡ് കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സുധി പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. സുധിയെ വെച്ചിട്ട് കുറേ പേര് മുതലെടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ വീണയും സുധിയുമായിട്ട് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നു. കാരണം സുധി ശാലിനിയെ വിളിക്കുന്നു, സംസാരിക്കുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു. ഇപ്പം വീണ ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളിലോട്ട് പോകുന്ന സമയത്ത് സുധി ശാലിനിയോട് പറയുന്നു, ഇനി നമുക്ക് വേണ്ട, കാരണം വീണ പ്രശ്നങ്ങളാവുന്നുണ്ട്, വീണയായിട്ട് ഞാൻ പ്രശ്നങ്ങളാവുന്നുണ്ട്, നീ എടുക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവുന്നു, തകർന്നു പോകുന്നു. കാരണം അവർ പിന്നെ മാനസികമായിട്ട് ഒരു ഇതായി പോകുന്നു. കാരണം
അവർ പിന്നെ ചിന്തിക്കുന്നു, കാരണം നല്ലൊരു ലൈഫ് കളഞ്ഞിട്ടാണ് ഞാൻ വേറൊരാളോട് പോയത്, എൻ്റെ ലൈഫ് പോയി. കാരണം ഇപ്പോൾ ശ്രുതി നല്ലപോലെ ജീവിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ മോൻ നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഉള്ള മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം വരികയും അങ്ങനെയാണ് ഇവർ ആ ലൈഫ് അവിടെ വിചാരിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എല്ലാം ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ശ്രുതിക്കുണ്ട്, ശ്രുതിയുടെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ചൊല്ലിയുള്ള ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഞാനിപ്പോൾ തൽക്കാലം ഞാനിപ്പം പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വീണയെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ ഈ പറയൂ. കാരണം അവരെ ഒരു ലൈഫ് മുമ്പോട്ട് പോകുന്ന നല്ല രീതിയിൽ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ചകഞ്ഞ് ഇനി അതിലോട്ട് കയറി പോകണ്ട. ഇപ്പം ഒരു കുറേ ഇൻ്റർവ്യൂ കൊടുത്ത് അവർ നിർത്തിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണെന്ന് തോന്നി. കാരണം പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു. കാരണം രണാസുന കാരണം അവരെയും കൂടെ പേരിപ്പം വെളിയിൽ കൊണ്ടുവന്നു. കാരണം ഈ ശ്രുതി മരിച്ചു കഴിഞ്ഞിട്ട് ആ അമ്മയായിക്കോട്ടെ, ശ്രുതിയുടെ അമ്മയായിക്കോട്ടെ, ശ്രുതിയുടെ വീട്ടുകാർ പോലും ഈ വീണയെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ കലാപരമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും പറഞ്ഞിട്ടില്ല. ശ്രുതിയുടെ A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് അസീസ് നെടുമങ്ങാട്. അസീസ് പോലും ഈ വീണയെ പറ്റിയിട്ട് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. അസീസിന് A to Z കാര്യങ്ങൾ അറിയാം. അസീസുമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ രണാസുനയുടെയും ഈ ശ്രുതിയുടെയും ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ അസീസ് അതിനൊരു ഇടവരുത്തത്തില്ല. കാരണം അതൊക്കെയാണ് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നൊരു സൗഹൃദം ഉണ്ടല്ലോ, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക, അവരെ നമ്മൾ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അവർ വഴി. അത് ഈ പറയുന്ന പോലെ പബ്ലിക്കിൽ കൊണ്ട് കൊത്തിയിട്ട് തിന്നാൻ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഈ രണാസുന ചെയ്യുന്നത് എന്താണെന്നറിയാം? ശ്രുതിയെ ബലിയാക്കിയിട്ട് രണാസുന നല്ല പൈസ ഉണ്ടാക്കി മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് എന്നൊരു മോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുമോ? കാരണം അവരൊരു ചിന്ത എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും പൈസയാണ് ലക്ഷ്യം, പൈസയാണ് മുഖ്യം ബീലെന്ന് പറയത്തില്ലേ, അതുപോലാണ് അവർ പോകുന്നത്. കാരണം ഈ ശ്രുതിയുടെ ഒരു ലൈഫ് ഇങ്ങനെ ആവാൻ തന്നെ കാരണം ഇവരെ ഈ പൈസയോടുള്ള ആർത്തിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വിളിച്ച് 4 കൊല്ലം മുമ്പ് വിളിച്ച് പൈസ ചോദിക്കുമായിരുന്നു. കാരണം ശ്രുതിയായിട്ട് ആരൊക്കെ പരിചയമുണ്ടോ അവരുടെ അടുത്തെല്ലാം ശ്രുതിയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അടുത്ത് പിന്നെ രേണു ആയിരിക്കും സംസാരിക്കുന്നത്. ഹലോ, കുറച്ച് പൈസ വേണം, 1000 രൂപ ഉണ്ടോ, 2000 രൂപ ഉണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞല്ലോ, അതിലോട്ടൊക്കെ കറക്റ്റായിട്ട് എത്തണമെങ്കിൽ ഇപ്പം അതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്, മുമ്പേ നടന്ന, അത് പ്രസൻറ്റിൽ നടന്ന കാര്യങ്ങളല്ല. അതാ ഞാൻ പറഞ്ഞാൽ പാസ്റ്റിൽ നിന്ന് വന്നാൽ മാത്രമേ, പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ അറിയാൻ കിടപ്പുണ്ട്, അതിൽ നിന്ന് വന്നാൽ മാത്രമേ ഇപ്പോൾ ഉള്ള രണാസുന, അന്നുള്ള രണാസുന എന്തായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനി ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം അടുത്തൊരു പാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ കുറേ ലെന്ത് കൂടി പോവും. സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതൊരു സിനിമയാക്കിയാണ്. കാരണം അത്രമാത്രം ഉണ്ട് ഈ ഒരു കഥ. ഞാൻ കഴിഞ്ഞ 2 വീഡിയോ വെച്ച്, ഞാൻ ചെയ്ത വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഏകദേശം 2-2.5 മണിക്കൂറിന് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലിപ്പും കൂടെ കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോയിൽ എന്ത് കൂടിപ്പോയി പോകുന്നുണ്ട് മാത്രമാണ്. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ ശ്രുതിയുടെ ഈ ഒരു ലൈഫ് അറിയാവുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ ശ്രുതി എന്തായിരുന്നു, ശ്രുതിയുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നെല്ലാം A to Z കാര്യം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അസീസ് നെടുമങ്ങാട്. അപ്പോൾ അസീസ് നെടുമങ്ങാട് സ്റ്റാർ മാജിക് 4-ൽ പറയുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം. സമയത്ത് ആ ഒരു ഇൻസിഡന്റ് ആണ്. സുധീൻ എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് കൊല്ലം ഒരു സ്റ്റേജിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, എൻ്റെ മോനെ നോക്കിക്കോണം. ഞാൻ വെച്ച് പുറകിലേക്ക്, പുള്ളി സ്കിറ്റ് കഴിഞ്ഞ് നേരെ പുറകിൽ വരുമ്പോൾ ഞാൻ കയ്യിൽ കൊടുക്കും. ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ, എല്ലാവരും സ്റ്റേജിൽ ഓരോ ജോലിയായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ടൈറ്റിൽ ഈ സിംഹത്തിൻ്റെ ഒരു ഇതുണ്ട്, സ്പോഞ്ചിലുണ്ടാക്കുന്നത്, ഞാൻ അതിനകത്ത് അവനെ കിടത്തി. എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ എവിടെ ചോദിച്ചു, ഞാൻ പറഞ്ഞ പുറകിലുണ്ടെന്നാന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളി അവിടെ കോമഡി ആക്കുക. അതിനുശേഷം വളർന്ന് അവൻ നമുക്ക് 2 പ്രോഗ്രാമുള്ള സമയത്തും മകൻ കട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും. ഈ കട്ടൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ. അവൻ കട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി 1 മണി 2 മണിക്ക് മകൻ. ഈ അസീസ് പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാലിനിയും ശ്രുതിയും തമ്മിൽ ജീവിച്ചിരുന്ന സമയത്ത് ശാലിനി നല്ലൊരു കുടുംബിനി അല്ലായിരുന്നെന്നും അതുപോലെ ശ്രുതി നല്ലൊരു കുടുംബനാഥനായിരുന്നെന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ശാലിനി ഒരു ഡാൻസറാണ്. അവരെ പ്രൊഫഷനുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ ശ്രുതിയെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും. അപ്പോഴും അവർ ആ പ്രൊഫഷനെ മാത്രമേ സ്നേഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഒരു ജീവിതത്തെ പറ്റിയിട്ട് അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം കുഞ്ഞിനെ ഇട്ടിട്ട് പോലും അവർ ഡാൻസിന് പോകുന്നു,
അതുപോലെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നില്ല. ആ സമയത്ത് പോലും ശ്രുതിയാണ് കുഞ്ഞിനെ നോക്കുന്നതല്ല. എന്നിട്ട് പോലും അത്രയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പോലും ശ്രുതി അവരെ വീട്ടിൽ കുഞ്ഞിനെ കൊണ്ട് നിർത്തിയിട്ടില്ല. കാരണം അത്രമാത്രം കുഞ്ഞിനോടുള്ള സ്നേഹവും ആ ഒരു കുടുംബത്തോടുള്ള ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ പുള്ളിക്ക് ആ ഒരു ഫാമിലിയോടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ കൊണ്ട് അവിടെ ആക്കാനെയും അത്രയും പരിപാടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കുഞ്ഞിനെയും കൊണ്ട് വരെ പരിപാടിക്ക് പോകുന്നു. ആ സമയത്ത് ശാലിനി ഡാൻസിന് പോകുന്നുണ്ട്, ശ്രുതിയുടെ പരിപാടിക്ക് പോകുന്നുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ശാലിനി വേറൊരാളോടൊപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറിയ മാനസിക ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളും കാരണങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് ഇവർ വേറൊരാളുമായിട്ട് പോകുന്നത്. ചിലപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ഇങ്ങനൊരു ബന്ധം വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കും ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ കൂടെ ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അസീസ് പറഞ്ഞല്ലോ, ഒരു പരിപാടിയിൽ പ്രോഗ്രാമിൽ അസീസാണ് നോക്കുന്നത്, കട്ടൻ്റെ അവിടെ കൊണ്ട് കടത്തി ഉറക്കുന്നുണ്ടെന്നെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ അസീസ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കിച്ചുവിൻ്റെ ഒരു 3-4 വയസ്സ് വരെ ശ്രുതി തന്നെയാണ് ഒറ്റയ്ക്ക് നോക്കിയിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശാലിനി ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ശ്രുതിയാണ് ഇവരെ ഒറ്റയ്ക്ക് നോക്കിയിട്ടുള്ളത്. ഒരു 3-4 വയസ്സ് വരെയൊക്കെ ശ്രുതിയുടെ കയ്യിലാണ് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്തായാലും ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരെ കൊല്ലത്തെ വീട്ടിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചു കൊല്ലത്തെ വീട്ടിലാണ് ശ്രുതിയുടെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നതും അവിടാണ് പിന്നെ പകുതിയും പഠിച്ച് വളരുന്നത്. അപ്പം ഇപ്പം ഈ കാര്യങ്ങൾ ഇടയ്ക്ക് എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ രണാസുന് പല സ്റ്റേജിലും പറയുന്നുണ്ട് കിച്ചുവിനെ നോക്കിയത് ഞാനാ, കിച്ചുവിനെ വളർത്തിയത് ഞാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവരെങ്ങനെയാണ് ഈ കിച്ചുവിനെ നോക്കുന്നത്, കിച്ചുവിനെ നോക്കി വളർത്തിയത്? ആകെ 4 കൊല്ലമാണ് ശ്രുതിയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത്. 2018 to 2023 പകുതി പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിച്ചുവിനെ ഇവർ നോക്കിയെന്ന് പറയുന്നത് എവിടെയാണ്? കാരണം പകുതി ശാലിനി കളഞ്ഞിട്ട് പോകുന്ന സമയത്തും ശ്രുതിയാണ് കിച്ചുവിനെ നോക്കുന്നത്. ഒരു 3-4 വയസ്സ് വരെ 4 വയസ്സ് വരെ കിച്ചുവിനെ നോക്കുന്നത് ഈ ശ്രുതി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുന്നത് ഏകദേശം ഒരു 14 വയസ്സ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ലെന്ത് കൂടി പോകുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ ആൾക്കാരെ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്. കാരണം എല്ലാ ആൾക്കാരും ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ചിന്തിക്കുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളെ ഓരോ കമൻറ്റും നിങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഇപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ചില കമൻറ്റുകൾ കാണുമ്പം ശരിയാണ് ഇത് തന്നെ. കാരണം ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് വെക്കുന്നതായിരിക്കും നിങ്ങൾ കമൻറ്റിലൂടെ പറയുന്നത്. അപ്പം നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ വഴിയിലൂടെ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അപ്പം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് വിട്ടോ. അപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം സീ യു ഗൈസ്.